Hi friends, welcome to Jasna's kitchen. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സ്വീറ്റ് ലഡു ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കുറച്ച് സന്തോഷത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മധുരം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ ചാനലിൽ നിന്ന് 6000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതായത് 6K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഈ സന്തോഷം എനിക്ക് തന്നത് നിങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഞാനിടുന്ന വീഡിയോസ് കാണാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് വീണ്ടും. അപ്പം നമുക്ക് ഈ ലഡുവിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ലഡുവാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് കടലപ്പൊടിയാണ്. ഇത് ഗ്രാം ഫ്ലോർ ആണ്, ബേസൻ എന്നും പറയും. അപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൂചി റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല തരിയില്ലാത്ത ഫൈനായി കിടക്കുന്ന റവയാണ് കേട്ടോ. നല്ല തരിയുള്ള റവ ചേർത്ത് കൊടുക്കരുത്, അത് കുതിർന്ന് വരാൻ കുറേ സമയം എടുക്കും. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, കട്ട പിടിച്ചിരിക്കരുത്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് കുറേ വെള്ളം ഒഴിക്കുമ്പോൾ അത് ലൂസായി പോവും. അപ്പം ഞാനിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുകയാണ്. അപ്പം ഞാൻ ഈ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് എന്താ പറയാത്തതെന്ന് വെച്ചാൽ ഓരോ ആളുകൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച് ഉണ്ടാവും, കൂടെ കുറേയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ മെഷറിംഗ് കപ്പിലാണ് 2 കപ്പ് പൊടിയെടുത്തത്. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിന് നമുക്കൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ദോശമാവിനേക്കാളും കുറച്ചൊരു ലൂസായിട്ടുള്ള പാകമാണിത്. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഞാൻ ഈ മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പച്ച കളർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പിസ്ത എസൻസ് ആണ്. അപ്പോൾ അത് പച്ച കളറും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലഡു കഴിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു റെഡ് കളർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ലഡു. അപ്പോൾ ഞാനിപ്പോൾ റെഡ് കളർ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാഫ്രാൻ്റെ പൗഡറാണിത്, കുങ്കുമത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചേർത്തൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ കളർ ഉണ്ടല്ലോ ജിലേബിക്ക് കൊടുക്കുന്ന, അതായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ കട്ടയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് പൊരിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പാത്രം വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു. അപ്പോൾ ഞാനിത് വേസ്റ്റ് പാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാണ്. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പപ്പട കുത്തി വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി ഹോളുണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായ ഓയിലിൻ്റെ മേലേക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ബോളായിട്ട് വീഴുന്നത് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ആ ലഡു ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ചെയ്യുന്നുണ്ട്. ഇതായാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മാവ് ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മാവൊക്കെ താഴേക്ക് വീണോളും. കണ്ട് ഓരോ മണികളും വീഴുന്നത് ചെറിയ ബോൾ പോലായിട്ട് അതങ്ങനെ പൊരിച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതെല്ലാം ഓയിലിനും ഒന്ന് കോരിയെടുക്കാം. ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ കളർ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഓയിലിനും മാറ്റുവാണ്. ഇനി ഞാൻ അടുത്തത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ യെല്ലോ കളറിലുള്ളത്. അപ്പോൾ അതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഈ പാത്രം ഹോൾ ഉണ്ടാക്കിയതായത് അത് ചെറുതാണ്, അതുകൊണ്ടാണ് ഇത്രയെങ്കിലും സമയം എടുക്കുന്നത്. നമ്മൾ ആ സ്റ്റീലിൻ്റെ പാത്രം വാങ്ങുവാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ ഞാനൊന്ന് ഈ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കട്ടെ.
അതിനുശേഷം നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതൊന്ന് കുറച്ച് ചൂടണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് ഇത്ര മണിമണിയായിട്ട് വേണ്ട, ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ പൊടിച്ചെടുത്തത്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, പച്ചയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഈ യെല്ലോ കളറും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പൊടിച്ചെടുക്കരുത്. ഒരുപാട് പൊടിച്ചെടുത്താൽ ഇതിൻ്റെ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ. അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, പച്ചയും മഞ്ഞയും ഞാനിത് മാറ്റി വെച്ചതാട്ടോ. ഇത് ഞാൻ പൊടിച്ചിട്ടില്ലായിരുന്നു. ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ അളവിൽ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് മതിയാകാതെ വന്നപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി ഞാൻ പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ 2 കപ്പ് പഞ്ചസാരയും അതുപോലെ 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ 2 കപ്പ് പൊടിയല്ലേ നമ്മൾ എടുക്കുന്നത്, അതിലേക്ക് അത് തന്നെ മതിയാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സാഫ്രാൻ കളർ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഇതൊരു ഒട്ടുന്ന പരുവമാവണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ പഞ്ചസാര ലായനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച ബൂന്തിയും അതുപോലെ നമ്മൾ നേരത്തെ മണിമണിയായിട്ട് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇതിൽ വറ്റി വരണം. ഈ ബൂന്തീസൊക്കെ ഈ വെള്ളം കുടിച്ച് ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കിതിലേക്ക് 2 സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഏലക്കാപ്പൊടി. അപ്പോഴേ നമുക്കതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആ ലഡുവിൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊടിഞ്ഞ് വരുമ്പോൾ വലിയ തൊലികളായി കിടക്കുന്നതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായി പൊടിച്ച ഭാഗം മാത്രം 1 ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശുവണ്ടി എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് പിസ്ത അത് മുറിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം കിസ്മിസിൻ്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നട്ട്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടി വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നതാട്ടോ. അപ്പം ഇതെല്ലാം കുതിർന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ലഡു ഉണ്ടാക്കാനുള്ള ഒരു പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാണ് ഇതൊക്കെ, എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസായിട്ട് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ലഡുസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള ലഡു വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ ലഡു എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കുറേ നട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്ര നട്ട്സ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നി. പിന്നെ നിങ്ങൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, ഈ ഓയിലിന് പകരമായിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഈ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുത്താൽ ഇത് കുറേ ദിവസം വരെ കേടുകൂടാതിരിക്കും. ഇപ്പം ഞാൻ കുറേ ദിവസമൊന്നും വെക്കുന്നില്ല, ഒരു 2-3 ദിവസം ഉണ്ടാവുകയുള്ളൂ, അതിനുള്ളിൽ ഇത് തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരൊന്നും ചേർത്തിട്ടില്ല. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ സമയത്ത് നമുക്ക് ഇതിൽ വെള്ളം കുറവാണെന്നൊക്കെ, ടേസ്റ്റ് കുറവാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര വെള്ളം തിളപ്പിച്ച് ലായനിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ലഡു ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ലഡുവാണ് കേട്ടോ. അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഡു ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോമ്പറ്റീഷനെ കുറിച്ച് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കണ്ടിരിക്കുക കേട്ടോ. അതിനു മുൻപേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.